പലപ്പോഴും നമ്മളുടെ ശാരീരിക അസ്വസ്ഥതകളുടെ കാരണം ഒരു മാനസികാവസ്ഥയാണെന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. ചിലപ്പോൾ ഒരു വൈഫുമായിട്ടുള്ള സെപ്പറേഷന് ശേഷമായിരിക്കാം ഹസ്ബൻഡിന് ഹൈപ്പർ ടെൻഷൻ വന്നത്, ഹൈ ബി പി വന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ കയറി വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിലായിരിക്കാം അദ്ദേഹം ഡയബറ്റിക് ആയത്. ഉറക്കക്കുറവ്, വിഷാദം, ഉത്കണ്ഠ, ലഹരി ആസക്തി, കുടുംബ പ്രശ്നങ്ങൾ, വസ്വാസ് തുടങ്ങിയവ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ അതിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായി ഒരു ഒറ്റമൂലിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സ്മൃതി മെഡിറ്റേഷൻ. നിങ്ങളുടെ വികാര വിചാരങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധരാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആയുർവേദ സൈക്കോതെറാപ്പി ടെക്നിക്കാണ് സ്മൃതി മെഡിറ്റേഷൻ. പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അമിതമായ കോപം അല്ലെങ്കിൽ തീവ്രമായ ദുഃഖം, ഇതിലൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയെന്നിരിക്കാം. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സ്വയം ഒരു യാത്ര നടത്തുകയും കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ വ്യക്തത വരികയും ചെയ്യുന്നു. ഞാൻ എന്തിന് സ്മൃതി മെഡിറ്റേഷൻ ചെയ്യണം? എനിക്ക് അങ്ങനെ പ്രത്യേക അസുഖങ്ങളൊന്നുമില്ലല്ലോ. ഇനിയിപ്പം അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? തീർച്ചയായും. സ്മൃതി മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു അസുഖം ഉണ്ടാവണമെന്നില്ല. നമുക്ക് കൂടുതൽ കോൺഫിഡന്റ് ആവാനും, നമുക്കൊരു ബെറ്റർ പേഴ്സണാലിറ്റി ആവാനും, പ്രൊഡക്ടിവിറ്റി കൂടാനും ഒക്കെ സ്മൃതി മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു സ്മൃതി മെഡിറ്റേഷൻ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ മാത്രമല്ല അഡ്രസ്സ് ചെയ്യുന്നത്, നമ്മളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെയും നമുക്ക് ഇതിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മളുടെ ശാരീരിക അസ്വസ്ഥതകളുടെ കാരണം ഒരു മാനസികാവസ്ഥയാണെന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. ചിലപ്പോൾ ഒരു വൈഫുമായിട്ടുള്ള സെപ്പറേഷന് ശേഷമായിരിക്കാം ഹസ്ബൻഡിന് ഹൈപ്പർ ടെൻഷൻ വന്നത്, ഹൈ ബി പി വന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ കയറി വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിലായിരിക്കാം അദ്ദേഹം ഡയബറ്റിക് ആയത്. അതൊന്നും നമ്മൾ ഒരിക്കലും തിരിച്ചറിയാറില്ല. ഇന്നതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ്, ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ഈ ഒരു അസുഖം എന്നിൽ വന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറില്ല. ഇവിടെ സ്മൃതി മെഡിറ്റേഷനിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുന്നു. കാരണം പലപ്പോഴും നമ്മളൊരു എക്സ്റ്റേണൽ വേൾഡിൽ ട്രാപ്ഡ് ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. നമ്മളുടെ ഇന്നർ സെൽഫിലേക്ക് നമ്മൾ അത്ര കണക്റ്റഡ് ആയിരിക്കില്ല. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എനർജി ഫീൽ ചെയ്യുന്നു. ഒരു നെഗറ്റീവ് തോട്ട്സും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പതിയെ മാഞ്ഞു പോകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഭംഗിയായി പരിഹരിക്കുന്നു. നമ്മളുടെ ഇമോഷൻസിനെ പോസിറ്റീവായി കൈകാര്യം ചെയ്യുന്നതിലൂടെ പല മാറാരോഗങ്ങളുടെയും, അതായത് ക്യാൻസർ, ഡയബറ്റിസ് തുടങ്ങിയ പല മാറാരോഗങ്ങളുടെയും തീവ്രത കുറയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു തിരിച്ചുവരവിനെ തടയാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം.